ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഇന്ന് ഗാന്ധി ജയന്തി. രാഷ്ട്രപിതാവിന്റെ ആദർശങ്ങൾക്കും മൂല്യങ്ങൾക്കും വേണ്ടി സമർപ്പിക്കാനുള്ള അവസരമാണിതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. കേന്ദ്ര സർക്കാർ 1,01,603 കോടി രൂപയുടെ അധിക നികുതി വിഹിതം സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചു. കേരളത്തിന് ലഭിക്കുന്നത് 1,956 കോടി രൂപ. റാബി വിളകൾക്ക് താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര സാമ്പത്തിക കാര്യമന്ത്രിസഭാ സമിതി അംഗീകാരം നൽകി. രാജ്യമെമ്പാടും ഇന്ന് വിജയദശമി ആഘോഷിക്കുന്നു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് പരമ്പര ഇന്ന് ആരംഭിക്കും. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2ാം സീസണ് ഇന്ന് കോഴിക്കോട് തുടക്കം. വാർത്തകൾ വിശദമായി. ഇന്ന് ഗാന്ധി ജയന്തി. രാജ്ഘട്ടിലെ ഗാന്ധി സമാധി സ്ഥലത്ത് പുഷ്പാർച്ചന, സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ നടക്കും. ഗാന്ധി ജയന്തി ദിനം അന്താരാഷ്ട്ര തലത്തിൽ അഹിംസാ ദിനമായും ആചരിച്ചു വരുന്നു. 2007 ജൂണിലാണ് മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷിക ദിനത്തെ അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത്. അഹിംസയെ ഒരു സാർവത്രിക തത്വമായി അംഗീകരിച്ച UN ആഗോള സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും സംസ്കാരം പ്രോത്സാഹിപ്പിക്കണമെന്നും ആഹ്വാനം ചെയ്യുന്നു. അന്താരാഷ്ട്ര അഹിംസാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം കമ്മീഷൻ ഇന്ന് ന്യൂയോർക്കിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 156ാം ജന്മവാർഷികത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രപിതാവിന്റെ ആദർശങ്ങൾക്കും മൂല്യങ്ങൾക്കും വേണ്ടി സമർപ്പിക്കാനുള്ള അവസരമാണിതെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. സമാധാനം, സഹിഷ്ണുത, സത്യം എന്നീ സന്ദേശങ്ങളാണ് മഹാത്മാഗാന്ധി നൽകിയത്. അത് മനുഷ്യരാശിക്ക് മുഴുവൻ പ്രചോദനമാണെന്നും സത്യത്തിന്റെയും അഹിംസയുടെയും പാത പിന്തുടരാനും രാജ്യത്തിന്റെ ക്ഷേമത്തിനും പുരോഗതിക്കും വേണ്ടി പ്രതിജ്ഞാബദ്ധരായിരിക്കാനും രാഷ്ട്രപതി മുർമു പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. ഗാന്ധി ജയന്തി ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്ന് കേരളത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ഫിറ്റ് ഇന്ത്യ ഫ്രീഡം റൺ 6.0 ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാവിലെ ഫ്ളാഗ് ഓഫ് ചെയ്തു. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പുഷ്പാർച്ചന നടത്തും. കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടക്കും. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ സ്വച്ഛതാ ഉത്സവ് സംഘടിപ്പിച്ചിട്ടുണ്ട്. 2026-27 വിപണന കാലയളവിൽ എല്ലാ റാബി വിളകൾക്കും താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര സാമ്പത്തിക കാര്യമന്ത്രിസഭാ സമിതി അംഗീകാരം നൽകി. സാഫ്ലവറിന് ക്വിന്റലിന് 600 രൂപയും മസൂർ പരിപ്പിന് ക്വിന്റലിന് 300 രൂപയും വർദ്ധിപ്പിച്ചു. റാപ് സീഡ്, കടുക്, പയർവർഗ്ഗങ്ങൾ, ബാർലി, ഗോതമ്പ് എന്നിവയുടെയും താങ്ങുവില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പുതുക്കിയ താങ്ങുവില കർഷകർക്ക് ആദായകരമായ വരുമാനം നൽകുക മാത്രമല്ല, വിള വൈവിധ്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ സ്ഥിരത കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. With a total outlay of 11,440 crore, we have launched a new mission to achieve self-reliance or Atmanirbharta in pulses. Over the next 6 years, several initiatives will be undertaken under this mission. First, we will focus on increasing productivity. Second, we aim to expand the area under pulse cultivation. And third, we will work on strengthening the entire value chain. കേന്ദ്ര സർക്കാർ 1,01,603 കോടി രൂപയുടെ അധിക നികുതി വിഹിതം സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചു. ഉത്സവ സീസൺ കണക്കിലെടുത്ത് മൂലധന ചെലവ് ത്വരിതപ്പെടുത്താനും വികസനവും ക്ഷേമവുമായി ബന്ധപ്പെട്ട ചെലവുകൾക്ക് ധനസഹായം നൽകാനും ഇത് സംസ്ഥാനങ്ങളെ സഹായിക്കും. ഉത്തർപ്രദേശിനാണ് ഏറ്റവും കൂടുതൽ വിഹിതം ലഭിച്ചത്, 18,227 കോടി രൂപ. കേരളത്തിന് 1,956 കോടി രൂപ ലഭിച്ചു. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മാസം 22-ന് പ്രഖ്യാപിച്ച GST ഇളവുകൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രയോജനകരമാവുകയാണ്. ഫിറ്റ്നസ് സെന്ററുകൾക്കും സൈക്കിളുകൾക്കുമുള്ള GST കുറച്ചത് ജനങ്ങൾക്ക് ഏറെ ആശ്വാസം നൽകുന്നു. ജിംനേഷ്യം, ഫിറ്റ്നസ് സെന്ററുകൾ എന്നിവയുടെ നികുതി നിരക്ക് 18% നിന്ന് 5% കുറച്ചതിലൂടെ ഈ മേഖലയിലെ ചെലവ് കുറയുകയും സൈക്കിളുകളുടെ നികുതി നിരക്ക് 12% നിന്ന് 5% കുറച്ചത് ആരോഗ്യകരമായ ജീവിതശൈലിക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യും. ഇന്ത്യയും യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനും തമ്മിലുള്ള വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ
യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ സാമ്പത്തിക ഇടപെടലിലെ നിർണായക നടപടിയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഇന്ത്യ EFTA ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലൈഫ് സയൻസ്, ക്ലീൻ എനർജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വിദ്യാഭ്യാസം, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ നിരവധി അവസരങ്ങൾ തുറക്കാൻ ഈ കരാർ വഴിതെളിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. Areas in professions like nursing, accountancy, technology, artificial intelligence. There are areas in education, so many areas that we can capture together. In industry, clean energy, working together on precision engineering and manufacturing, lots that we can together take to the rest of the world. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യമെമ്പാടും ഇന്ന് വിജയദശമി ആഘോഷിക്കുന്നു. നവരാത്രിയുടെയും ദുർഗാപൂജയുടെയും പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടക്കുന്ന ദസറ ആഘോഷങ്ങളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. IP എക്സ്റ്റൻഷൻ രാംലീല കമ്മിറ്റി ദേശീയ തലസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. കേരളത്തിൽ തിരൂർ, തുഞ്ചൻ പറമ്പ്, പൂജപ്പുര, സരസ്വതി മണ്ഡപം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യത്തെ ജനങ്ങൾക്ക് വിജയദശമി ആശംസകൾ നേർന്നു. അധർമ്മത്തിനെതിരായ ധർമ്മത്തിന്റെ വിജയത്തെ പ്രതീകപ്പെടുത്തുന്ന ഈ ഉത്സവം സത്യത്തിന്റെയും നീതിയുടെയും പാത പിന്തുടരാൻ ജനങ്ങളെ പ്രചോദിപ്പിക്കുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. രാഷ്ട്ര പുരോഗതി ലക്ഷ്യമാക്കിയാണ് RSS പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളെ പ്രധാനമന്ത്രി ഇന്നലെ അഭിസംബോധന ചെയ്തു. രാഷ്ട്രമാദ്യം എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രസ്ഥാനം പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാഷ്ട്രത്തിന് RSS നൽകിയ സംഭാവനകൾ പരിഗണിച്ച് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത തപാൽ സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കി. നാഗ്പൂരിലെ രശ്മി ബാഗിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ ശതാബ്ദി വാർഷികാഘോഷവും വിജയദശമി ആഘോഷ പരിപാടിയും രാവിലെ നടക്കും. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് മുഖ്യപ്രഭാഷണം നടത്തും. സ്വയം സേവകരുടെ റൂട്ട് മാർച്ച്, കായികാഭ്യാസ പ്രകടനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ചടങ്ങ് വീക്ഷിക്കാൻ രാജ്യമെമ്പാടുമുള്ള വിശിഷ്ടാതിഥികളെ ക്ഷണിച്ചിട്ടുണ്ട്. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കിയ കേന്ദ്ര സർക്കാർ രാജ്യത്ത് പരിവർത്തനവും പുരോഗതിയും കൊണ്ടുവരാൻ അക്ഷീണം പ്രവർത്തിച്ചു വരികയാണ്. വടക്കുകിഴക്കൻ മേഖലയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യയുടെ വളർച്ചാ എഞ്ചിനാക്കി മാറ്റുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. കാലങ്ങളായി അവഗണിക്കപ്പെട്ട പ്രദേശങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടെ സമഗ്ര വികസനത്തിനായുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 11 വർഷമായി നടത്തിവരുന്നത്. വികസിത ഭാരതം കൈവരിക്കുന്നതിൽ വടക്കുകിഴക്കൻ ഇന്ത്യയുടെ നിർണായക പങ്കിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. नॉर्थ ईस्ट में इंफ्रास्ट्रक्चर रिवॉल्यूशन शुरू किया. लंबे समय तक नॉर्थ ईस्ट अभाव में रहा, लेकिन अब नॉर्थ ईस्ट लैंड ऑफ अपॉर्चुनिटीज बन रहा है. हमने नॉर्थ ईस्ट में कनेक्टिविटी इंफ्रास्ट्रक्चर पर लाखों करोड़ रुपए खर्च किए हैं. ഒരു പതിറ്റാണ്ടിനിടെ വടക്കുകിഴക്കൻ മേഖലാ വികസനത്തിനുള്ള ബജറ്റ് വിഹിതം പലമടങ്ങ് വർദ്ധിച്ച് ഈ സാമ്പത്തിക വർഷം 5900 കോടി രൂപയായി. മേഖലയിലെ വ്യാവസായിക വികസനത്തിനായി ഉത്തർ പൂർവ്വ പരിവർത്തന വ്യവസായവൽക്കരണ പദ്ധതിയും സർക്കാർ നടപ്പിലാക്കി വരുന്നു. ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള 2 മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാവിലെ 9:30 മത്സരം. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2ാം സീസണ് ഇന്ന് കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ തുടക്കം. രാത്രി 7:30 നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ കാലിക്കറ്റ് FC ഫോഴ്സ കൊച്ചിയെ നേരിടും. 2.5 മാസത്തോളം നീണ്ടുനിൽക്കുന്ന ലീഗിൽ ഫൈനൽ അടക്കം 33 മത്സരങ്ങളാണുള്ളത്. ഗോത്രവർഗ്ഗക്കാർക്ക് മുൻഗണനയുള്ള 1 ലക്ഷം ഗ്രാമങ്ങളിലും ഗോത്ര സെറ്റിൽമെന്റുകളിലും ഇന്ന് പ്രത്യേക ഗ്രാമസഭകൾ ചേരും. ഈ സഭകളിൽ വെച്ച് ഗോത്ര സമൂഹങ്ങൾ ഔദ്യോഗികമായി ട്രൈബൽ വില്ലേജ് വിഷൻ 2030 പ്രഖ്യാപനം അംഗീകരിക്കും. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയം ആരംഭിച്ച ആദി കർമ്മയോഗി അഭിയാന്റെ ഭാഗമായാണിത്. ഓരോ ഗ്രാമത്തിലും പൊതുസേവനങ്ങൾക്കായി ഒരു ആദി സേവാ കേന്ദ്രം സ്ഥാപിക്കുമെന്നും വിവിധ ഭാഷകളിലുള്ള ആശയവിനിമയത്തിനായി AI അധിഷ്ഠിത ആദി വാണി ആപ്പ് ഉപയോഗിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഡിജിറ്റൽ വിദ്യാഭ്യാസം ജനാധിപത്യവൽക്കരിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പ്ലാറ്റ്ഫോം NIELIT കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ബീഹാർ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, മിസോറാം സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ദാമനിലുമാണ് പുതിയ NIELIT സ്ഥാപിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും.
ഇന്ന് ഗാന്ധി ജയന്തി. രാഷ്ട്രപിതാവിന്റെ ആദർശങ്ങൾക്കും മൂല്യങ്ങൾക്കും വേണ്ടി സമർപ്പിക്കാനുള്ള അവസരമാണിതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. കേന്ദ്ര സർക്കാർ 1,06,303 കോടി രൂപയുടെ അധിക നികുതി വിഹിതം സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചു. കേരളത്തിന് ലഭിക്കുന്നത് 1,956 കോടി രൂപ. റാബി വിളകൾക്ക് താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര സാമ്പത്തിക കാര്യമന്ത്രിസഭാ സമിതി അംഗീകാരം നൽകി. രാജ്യമെമ്പാടും ഇന്ന് വിജയദശമി ആഘോഷിക്കുന്നു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് പരമ്പര ഇന്ന് ആരംഭിക്കും. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2ാം സീസണിന് ഇന്ന് കോഴിക്കോട് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.